ഇന്നത്തെ വീഡിയോ മോഹൻലാൽ എന്ന നടനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടും ഒരു കാരണമില്ലാണ്ട് മോഹൻലാലിനെ വെറുക്കുന്ന മോഹൻലാൽ ഹേറ്റേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള ഒരു ഫീലിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രം പോട്ടിട്ട് ഞാൻ പോട്ടും. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. അടിക്കടി വെടിക്ക് വെടി, ആക്ഷൻ ആക്ഷൻ, സെന്റിമെന്റ്സിന് സെന്റിമെന്റ്സ്. പിന്നെ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെയുള്ള ഒരു പിടി സിനിമകൾ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമ പ്രേക്ഷകരെ കണ്ട് ആസ്വദിച്ച കുറച്ച് സിനിമകൾ, പിന്നെ അന്ധകാലത്ത് വർക്കാകാതിരുന്ന കുറച്ച് സിനിമകൾ, ഇതൊക്കെ റീ റിലീസിന് വരിക എന്നുള്ള ഒരു പ്രതിഭാസം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റീ റിലീസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള നടൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ദ വൺ ദി ഓൺലി എൽ മോഹൻലാൽ. ഇപ്പൊ ലേറ്റസ്റ്റ് തിയേറ്ററിലെത്തി ആകെ അടിച്ച് തിമിർത്തുകൊണ്ടിരിക്കുന്ന രാവണപ്രഭു ഉൾപ്പെടെ മോഹൻലാലിന്റെ 5 സിനിമകളാണ് റീ റിലീസിന് എത്തിയിട്ട് വൻ നേട്ടം കൊയ്തത്. ഈ വാർത്തകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു റീ റിലീസ് സക്സസിന്റെ മെയിൻ റീസൺ എന്താണെന്നുള്ളത് ഒരു പക്ഷേ പല ആളുകളും ചിന്തിച്ചിരിക്കാൻ സാധ്യത ഉള്ളൊരു വിഷയമാണ്. ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് തുറന്നു വെക്കാൻ പോകുന്ന ആ ഒരു പാൻഡോറാസ് ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രിപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മോഹൻലാലിന്റെ ഏതൊക്കെ സിനിമകളാണ് ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്നും റീ റിലീസിലൂടെ വൻ നേട്ടം കൊയ്തത്? ഞാൻ എപ്പോഴും പറയുന്നു, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഹിയർ കംസ് ദ ഫിഗേഴ്സ്. നാളിതുവരെ റീ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ 5 സിനിമകൾ, ഇതിൽ 4 സിനിമകൾ, അതായത് ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്കോർ ചെയ്തത് ഏകദേശം 5.2 കോടി രൂപയാണ്. സ്ഫടികം എന്നുള്ള മറ്റൊരു കൾട്ട് ക്ലാസിക് സിനിമ മോഹൻലാലിനായിട്ടുള്ള ഒരു റീ റിലീസ് 4.32 കോടി രൂപ തിയേറ്ററിൽ നിന്ന് നേടിയപ്പോ ചോട്ടാ മുംബൈ, നമുക്കറിയാം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള റീ റിലീസ് ആയിരുന്നു ചോട്ടാ മുംബൈ. ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. ഈ റീ റിലീസിന്റെ സമയത്ത് ചോട്ടാ മുംബൈ അപ്രോക്സിമേറ്റ്ലി നേടിയത് 3.5 കോടി രൂപയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മണിച്ചിത്രത്താഴ് റീ റിലീസിലെത്തിയപ്പം ആ സിനിമ നേടിയത് 4.71 കോടി രൂപയാണ്. റീ റിലീസുകളുടെ ടോട്ടൽ പെർഫോമൻസ്, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ടോട്ടൽ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പം ഒരു ആദ്യത്തെ 30 സിനിമകളിൽ ഇടം പിടിച്ചിട്ടുള്ള സിനിമകളാണ് ഇതൊക്കെ. ഈ സിനിമകൾക്ക് പുറമെ ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരേ ഒരു റീ റിലീസ്, മോഹൻലാലിന്റെ അല്ലാത്തതായിട്ടുള്ള ഒരു റീ റിലീസ് മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമയാണ്. ആ സിനിമയുടെ ആകെ മൊത്തമുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ് റീ റിലീസിന് ശേഷം. ഒറ്റ കൂട്ടത്തിൽ ഏതൊരാൾക്കും പറയാൻ പറ്റുമോ മോഹൻലാൽ സിനിമ തിയേറ്ററിൽ ഗംഭീരമായിട്ട് വർക്കാവുന്നുണ്ട്, ഈ ഒരു കാലഘട്ടത്തിലും പഴയ സിനിമകൾ, മമ്മൂട്ടിയുടെ സിനിമകൾ ആളുകൾ റിസീവ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. മോഹൻലാലിന്റെ റീ റിലീസിന് എത്തിയ സിനിമകളിൽ ദേവദൂതൻ, മണിച്ചിത്രത്താഴ് ഈ 2 സിനിമകളും ഒരു മാസ് സിനിമ ലെവലിൽ വന്നിട്ടുള്ള സിനിമകളല്ല. ദേവദൂതൻ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ആദ്യത്തെ തവണ തിയേറ്ററുകളിലെത്തി
പരാജയപ്പെട്ട് തകർന്നു പോയൊരു സിനിമയാണ്. ആ സിനിമ ഒന്ന് മോഡിഫൈ ചെയ്ത് അതിന്റെ മ്യൂസിക്കൽ എലമെന്റ്സിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ അതിന്റെ പുതിയ വേർഷൻ ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇനി മണിച്ചിത്രത്താഴിന്റെ കാര്യം പറയുമ്പോൾ മോഹൻലാലിന്റെ സിനിമകളിൽ തന്നെ ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. ഇപ്പോഴും ടെലിവിഷനിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇരുന്ന് കാണുന്ന ഒരു സിനിമയാണ്. ആ റിപ്പീറ്റ് വാല്യൂ ഫാക്ടർ തന്നെയാണ് മണിച്ചിത്രത്താഴിന് ഒരു പക്ഷേ ആ ഒരു ലെവൽ ഓഫ് സക്സസിലേക്ക് ഉയർത്തിയത്. ഇനി ചോട്ടാ മുംബൈയും സ്ഫടികവുമാണെങ്കിൽ തിയേറ്ററുകളിൽ ആളുകളെ പിടിച്ചിരുത്താനും പിടിച്ചു കുലുക്കാനും പറ്റിയ ഒരുപാട് സാധനങ്ങൾ, ഒരു മസാല മിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എന്റർടൈൻമെന്റ് പാക്കേജ് ഫിലിംസ് ആണ് ഈ സിനിമകളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമകൾ വർക്ക് ആയതിന്റെ പിന്നിലുള്ള റീസൺസ് ഞാനിപ്പോ പറഞ്ഞു. ഇനി ചില സിനിമകൾ, അതായത് ഇത് അല്ലാതെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് റീ റിലീസ് സിനിമകളുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ റീ റിലീസുകളിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്നുള്ള സിനിമയാണ്. ഈ പറഞ്ഞ സിനിമകളിൽ മണിച്ചിത്രത്താഴ് എന്നുള്ള ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമകളുടെ കൂട്ടത്തിലുള്ള ഒരു സിനിമയാണ് പാലേരി മാണിക്യം. പക്ഷേ പാലേരി മാണിക്യം എന്നുള്ളൊരു സിനിമ ഒരു റീ റിലീസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ സിനിമയുടെ ജോൺറ ആവട്ടെ, സ്റ്റോറി ടെല്ലിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പാക്കേജിംഗ് ആവട്ടെ, ഒരു തിയേറ്ററിക്കൽ ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള ഒരു മെറ്റീരിയൽ അല്ല ആ സിനിമ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു സിനിമയായിട്ടുള്ള വല്യേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും വല്യേട്ടൻ. കാരണം ഓണം ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, റംസാൻ ആവട്ടെ, കൈരളി ടിവിയിൽ വല്യേട്ടനില്ലാത്ത ഒരു സെലിബ്രേഷൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട് ഡയലോഗ് വരെ കാണാപ്പാടമായിട്ടുള്ള ഒരു സിനിമയാണ് വല്യേട്ടൻ. എന്നിരുന്നാൽ പോലും വല്യേട്ടൻ 4K അപ്ഗ്രേഡഡ് വേർഷൻ തിയേറ്ററിലേക്ക് വന്നപ്പോൾ മമ്മൂട്ടി ഫാൻസ് തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് ആ സിനിമയെ നോക്കിയത്. അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ മോഹൻലാൽ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വല്യേട്ടന്റെ 68 ലക്ഷം രൂപ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ കുറഞ്ഞൊരു ഫിഗർ തന്നെയാണ്. ആ സിനിമ എന്തുകൊണ്ടാണ് വർക്ക് ആവാത്തതെന്നുള്ളത് സത്യമായിട്ട് നിങ്ങൾ എന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്കിത് മനസ്സിലായിട്ടില്ല. കാരണം അന്ധകാലത്ത് തിയേറ്ററിൽ നന്നായിട്ട് വർക്കായ ഒരു സിനിമയാണ്. അതായത് ഷാജി കൈലാസിന്റെ നരസിംഹത്തിന് ശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് വല്യേട്ടൻ. നരസിംഹം ഉണ്ടാക്കിയ ആ ഒരു ഓളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും തീർച്ചയായിട്ടും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് തന്നെ വന്നൊരു സിനിമയാണ് വല്യേട്ടൻ. വല്യേട്ടൻ എന്തുകൊണ്ട് റീ റിലീസിൽ വർക്കായില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിനുള്ള കൃത്യമായിട്ട് ഉത്തരമില്ല. ആ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതെന്റെ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഞാൻ ഒബ്സർവ് ചെയ്ത 2-3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ പറയാം. മോഹൻലാൽ എന്നുള്ള നടൻ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഒരു തിയേറ്റർ വാച്ചിന് വേണ്ടുന്ന, ഒരു തിയേറ്റർ സെലിബ്രേഷന് വേണ്ടുന്ന ഒരു ടോട്ടൽ പാക്കേജാണ്. ഇപ്പൊ ഈ സിനിമകളിൽ ഇപ്പം ചോട്ടാ മുംബൈ അല്ലെങ്കിൽ സ്ഫടികം അല്ലെങ്കിൽ രാവണപ്രഭു, ഇതിലൊക്കെ മോഹൻലാൽ എന്നുള്ള നടന്റെ ആക്ഷൻ സീക്വൻസസ്, അതിനോടൊപ്പം തന്നെ തിയേറ്ററിൽ ഇളക്കി മറിക്കാൻ പാകത്തിലുള്ള പാട്ടുകൾ, അതിൽ അദ്ദേഹത്തിന്റെ തന്നെ ഡാൻസ് പെർഫോമൻസസ്, ഈ സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ റീ റിലീസ് സിനിമകളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് മമ്മൂട്ടിയിലേക്ക് പോകുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു മാസ് മസാല സിനിമ എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട സിനിമകൾ വളരെ കുറവാണ് പൊതുവെ. എന്നാലും ഏറ്റവും അധികം തിയേറ്ററിൽ വർക്കായിട്ടുള്ള സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജമാണിക്യം, മായാവി, ഇത്തരം സിനിമകളൊന്നും റീ റിലീസിന് വന്നിട്ടേ ഇല്ല. ഇനി മൾട്ടി സ്റ്റാർ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ പോലും തിയേറ്റർ പിടിച്ചിളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാസ് മസാല പാക്കേജിൽ വന്നിരിക്കുന്ന മമ്മൂട്ടി സിനിമകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പരിധി വരെ മമ്മൂട്ടി സിനിമകൾ റീ റിലീസിൽ അത്ര കണ്ട് അങ്ങോട്ട് ക്ലിക്ക് ആകാത്തത്. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതുമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ മുൻപ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ചെയ്യുക. That's all for now. Thank you very much. See you in the next episode. Bye from Joe SP.